എല്ലാവർക്കും ഷാരോ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫ്രാൻസിൻ്റെ സ്റ്റുഡൻറ്റ് വിസയുടെ പ്രൊസീജിയേഴ്സ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എവിടെയാണ് ഇതിന് മുന്നേ അപ്ലൈ ചെയ്യേണ്ടത്, വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്രാൻസിലേക്ക് വരാൻ നിൽക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ NOC ആണ്. ഈ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ NOC എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആ ഒരു NOC ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസ ഷുവറായിട്ട് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചില കേസുകളിൽ ഈ ഒരു ക്യാമ്പസ് ഫ്രാൻസിൻ്റെ NOC ഇല്ലാണ്ട് തന്നെ, ക്യാമ്പസ് ഫ്രാൻസ് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് തന്നെ ചില കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അത് ചിലത് മാത്രമാണ്, എല്ലാത്തിലും അങ്ങനെയില്ല. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ക്യാമ്പസ് ഫ്രാൻസിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്നുള്ള NOC കിട്ടിയിട്ടാണ് നമ്മൾ ഒട്ടുമിക്ക സ്റ്റുഡൻസും ഇവിടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും മനസ്സിൽ വെച്ചിരിക്കുക. ഇനി നമുക്ക് വേണ്ട ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോമാണ്. ഇത് ആരും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണമെന്നുള്ളത്, അത് റെഫർ ചെയ്യാം. പിന്നെ രണ്ടാമത് വേണമെന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ഒരു കവർ ലെറ്റർ. ഇത് രണ്ടും വെക്കേണ്ടത് നല്ലതാണ്. നമ്മൾ എന്തിനാണ് ഫ്രാൻസിലേക്ക് വരുന്നത്, എന്താണ് നമ്മുടെ ഉദ്ദേശം, എന്താണ് ഇത് ഈ പഠിത്തം കണ്ടുള്ള പ്ലാൻ, ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, നമ്മുടെ ഫ്രാൻസിലേക്ക് വരാനുള്ള പർപ്പസ് എന്താണ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. 2 ഷീറ്റ് മതിയാവുമായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ എഴുതി കാണിച്ചു കൊടുക്കണം, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതൊക്കെ. പിന്നെ കവർ ലെറ്ററിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നുണ്ടെന്നുള്ളൊരു കവർ ലെറ്റർ എഴുതി വെക്കാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത്. ഇനി വേണ്ടത് നമുക്ക് കോളേജിൻ്റെ പേപ്പേഴ്സാണ്. കോളേജിൻ്റെ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ ഫീസ് അടച്ച റെസിപ്റ്റ്, അഡ്മിഷൻ്റെ പേപ്പറുകൾ, അഡ്മിഷൻ ലെറ്റർ, പിന്നെ റെസിപ്റ്റ്, ഇത് രണ്ടും മെയിനാണ്. ഇത് രണ്ടും വെക്കുക. പിന്നെ എന്തെങ്കിലും ലേറ്റ് അറൈവൽ ലെറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും വെക്കും. ഇപ്പം നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലേറ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേറ്റ് അറൈവൽ ലെറ്റർ കോളേജിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് അതിൻ്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ 2 പേപ്പേഴ്സാണ്. ക്യാമ്പസ് ഫ്രാൻസിൻ്റെ NOC, അതുപോലെ തന്നെ EF ലെറ്റർ എന്നൊരു ലെറ്റർ ഉണ്ട്. അതും ക്യാമ്പസ് ഫ്രാൻസിൽ നമുക്ക് മെയിലായിട്ട് വരുന്നതാണ്. ഈ 2 പേപ്പർ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും വെക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. ക്യാമ്പസ് ഫ്രാൻസിൽ നമ്മൾ ഏകദേശം ഒരു 18,000 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വിസയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മാസ്റ്റേഴ്സിനാണ് പോകണമെങ്കിൽ നിങ്ങളുടെ 10th +2 ഡിഗ്രി, ഈ ഒരു 3 എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ VFSൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ കോപ്പീസ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പിന്നെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ UGക്കാണ് പോകണമെങ്കിൽ 10th +2 മാത്രം വെക്കുക. പിന്നെ നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ അക്കോമഡേഷൻ്റെ പ്രൂഫാണ്. ഇപ്പോൾ അക്കോമഡേഷൻ പലരും പല രീതിയിലാണ് അക്കോമഡേഷൻ കാണിക്കുന്നത്. ചിലർ ഇവിടെയുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് കോൺട്രാക്റ്റ് കിട്ടുന്ന രീതിയിൽ ആ കോൺട്രാക്റ്റ് നേരെ വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഡൊമിസിലായിട്ട് വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടൽ ബുക്കിങ്സ് വെക്കാറുണ്ട്. ഇപ്പം ഞാനൊക്കെ വെച്ചിരുന്നത് ഹോട്ടൽ ബുക്കിങ്സാണ് വെച്ചത്. Booking.comൽ നിന്ന് 3 മാസത്തേക്കുള്ളൊരു ഹോട്ടൽ ബുക്കിങ്സിൻ്റെ ഇത് ബുക്ക് ചെയ്തു. ടെമ്പററി ആയിട്ട് ബുക്ക് ചെയ്തു. നമ്മളത് ക്രെഡിറ്റ് കാർഡ് വെച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ബുക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കോൺട്രാക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഒരു വിസ സ്ട്രോങ് ആക്കാൻ അത് സഹായിക്കും. പിന്നെ നിങ്ങൾ കാണിക്കേണ്ടത് ഒരു എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് എത്ര നിങ്ങൾ ഫിനാൻഷ്യലി കാണിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എത്ര രൂപ ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ബാലൻസ് എത്രയുണ്ട്, ഇതെല്ലാം നിങ്ങളൊരു എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് നിങ്ങൾ എങ്ങനെ കാണിക്കാൻ പോകുന്നുള്ള പ്രൂഫാണ്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ വെച്ചിട്ടൊരു ലോൺ ലെറ്റർ ആയിരുന്നു. SBIയുടെ ലോൺ ലെറ്റർ നേരെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ലോൺ ലെറ്റർ ബാങ്കിൽ നിന്ന് പ്രിൻ്റ് എടുപ്പിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്തു. അത്ര ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഫിനാൻഷ്യലി കാണിക്കുന്നത് പല രീതിയിൽ കാണിക്കും എല്ലാവരും. ചിലർ ലോണായിട്ട് കാണിക്കും, ചിലർ അതൊരു സേവിങ്സ് ആയിട്ട് കാണിക്കും, ചിലർ FD ഇട്ട് കാണിക്കും, ചിലർ സ്പോൺസറായിട്ട് കാണിക്കും. ഇപ്പം നിങ്ങളുടെ ഫാദറാ മദറാ, അതായത് നമുക്ക് സ്പോൺസറിനെ കാണിക്കും ഒരു ഫിനാൻഷ്യലി കാണിക്കുമ്പോൾ. പക്ഷെ അത് നമ്മുടെ തൊട്ടടുത്ത് റിലേറ്റീവുള്ള കാര്യങ്ങളായിരിക്കണം. ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരാളെ കൊണ്ട് നമ്മൾ ഒരിക്കലും സ്പോൺസറാന്ന് പറഞ്ഞാൽ കാണിക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സിസ്റ്റർ, ബ്രദർ, അങ്ങനെ തൊട്ടടുത്ത് ഏറ്റവും ബന്ധങ്ങളുണ്ടെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് കാണിക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ് ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. 9.5, 10 നമ്മൾ എത്രത്തോളം കൂടുതൽ എമൗണ്ട് കാണിക്കണം അതാണ് ഏറ്റവും നല്ലത്. 10 ലക്ഷം കാണിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയാം. പിന്നെ ചിലവർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി വഴി നമ്മൾ ഫിനാൻഷ്യൽ കാണിക്കുന്നുണ്ട്. അത് നല്ലതാണോ എന്ന് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. നല്ലതാണോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് വെച്ച് വിസ കിട്ടുന്നവരുണ്ട്, വിസ റിജക്റ്റ് ആവുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഈ തേർഡ് പാർട്ടി വെച്ചിട്ട് വിസ കിട്ടാനില്ല എന്നൊക്കെ ഉള്ളത്. എന്നാലും അങ്ങനെ കിട്ടുന്നവരുണ്ട്. കാരണം നമുക്ക് ഒരു ഗതിയില്ലെങ്കിൽ നമുക്ക് വഴി ആശ്രയിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത്ര എമൗണ്ട് എന്നിട്ട് നമ്മളത് ബാങ്കിൽ FD ആയിട്ട് ഇടും. ആ FDയുടെ പുറത്ത് നമുക്കൊരു ലോൺ പ്രൊവൈഡ് ചെയ്യും. ആ ലോൺ ലെറ്ററാണ് നമ്മൾ വെക്കുന്നത്.
അപ്പോൾ അതിന് നമ്മളൊരു ചാർജ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 19,000 രൂപ നമ്മൾ അവർക്ക് അതിൻ്റെ ചാർജ് കൊടുക്കേണ്ടി വരും ഈ ഒരു പൈസ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇയർ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫുകൾ വെക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പേര് ചേഞ്ച് ഉണ്ടെങ്കിൽ നെയിം അഫിഡവിറ്റ് വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലാണ് ഈ ഫണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് സ്പോൺസർ എന്നുള്ള പേരിൽ ഒരു അഫിഡവിറ്റ് റെഡിയാക്കുകയാണെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇതിനൊക്കെ പുറമെ നിങ്ങൾ ലോൺ ലെറ്റർ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു CA വാല്യുവേഷൻ റിപ്പോർട്ട് വെക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CA വാല്യുവേഷൻ റിപ്പോർട്ട് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിസയ്ക്ക് വെക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ലോണാണ് നമ്മൾ എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചടയ്ക്കാനുള്ളൊരു വഴി ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം ഈ ഒരു CA വാല്യുവേഷൻ വഴി. അപ്പോൾ അത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ CV വെക്കുക. പിന്നെ എന്തെങ്കിലും ഫ്രഞ്ച് നിങ്ങൾ പാസ്സാണെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ് വെക്കുക. ഡെൽഫ് എക്സാം എല്ലാതും പാസ്സാണെങ്കിൽ അതൊക്കെ വെക്കുന്നത് ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. പറയാൻ പറ്റൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ സ്പോൺസർ ചെയ്യുന്ന ഫാദർ മദറൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു സ്പോൺസർ അഫിഡാവിറ്റ് നിങ്ങൾ വെക്കണം. അതുപോലെ തന്നെ അവരുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സ്പോൺസർ ചെയ്യുന്ന ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു 3 മാസത്തെയോ 6 മാസത്തെയോ അതൊരു ഡൗട്ടുണ്ട്. അത് ഞാൻ കമൻറ്റിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. കറക്റ്റ് 3 മാസത്തേണോ 6 മാസത്തേണോ എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ID പ്രൂഫ് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസക്കൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് ഏകദേശം ഓക്കെയാണെന്ന് പറയാം. സോ അടുത്തായിട്ട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. എല്ലാത്തിനും ഒരു കോപ്പി എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയത്, ലോൺ ലെറ്റർ വെക്കുമ്പോൾ അത് ഒറിജിനൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഗുണം ഉണ്ടാവും. കോപ്പി വെക്കുന്നതിനേക്കാളും ഒറിജിനൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഞാനൊക്കെ ഒറിജിനൽ വെച്ചത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് VFSൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഈ VFS ത്രൂ മാത്രമാണ് നമ്മൾക്കൊരു ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് എംബസി പോയി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. VFS ത്രൂ മാത്രമാണ് നമ്മൾക്കൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കുന്നു. VFSൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു. ഏകദേശം ഒരു 2000 സംതിങ് രൂപ നമ്മൾ അപ്പോയിൻമെൻറ്റിനായിട്ട് ചിലവഴിക്കേണ്ടി വരും. അതിൽ കൂടുതൽ നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓരോ മാസവും ഈ ഒരു എമൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഞാൻ ഇപ്പോൾ പറയുന്ന എമൗണ്ട് ഒരു പക്ഷേ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും അത് കാണാൻ പറ്റും. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര രൂപയാണ് ഒരു അപ്പോയിൻമെൻറ്റ് റേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. ഏകദേശം ഞാൻ അപ്ലൈ സമയത്ത് എനിക്ക് 2000 സംതിങ് രൂപയാണ് അപ്പോയിൻമെൻറ്റിനായിട്ട് വന്നു വെച്ചത്. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു. നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ എളുപ്പമുള്ള ലൊക്കേഷൻ ഏതാണോ അവിടെ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ കൊച്ചിയാണ് അപ്ലൈ ചെയ്ത് വെച്ചത്. ബാംഗ്ലൂർ അപ്ലൈ ചെയ്യുക, ചെന്നൈ അപ്ലൈ ചെയ്യുക. ഈ 3 സ്ഥലത്തും VFS ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണം പോയി അപ്ലൈ ചെയ്യാം. സ്ലോട്ട് എവിടെ കിട്ടുന്നോ അവിടെ പോയി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കൊച്ചി VFSലാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചത്. ഞാൻ അവിടെ ചെന്നു. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഒരുപാട് പേരായിട്ട് നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യാണ്ട് പോകരുത്. VFSൽ പോകുമ്പോൾ ഒരാൾ മാത്രം പോകും. നമ്മളിപ്പോൾ ഞാനിപ്പോൾ വിസക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ മാത്രം പോയിട്ട് കാര്യമുള്ളൂ. ബാക്കി ആരും കണ്ട് അകത്തേക്ക് കയറ്റി വിടില്ല അവർ. സോ ഒരാൾ മാത്രമായിട്ട് പോവുക. അപ്ലൈ ചെയ്യുന്ന ആൾ മാത്രം പോകാം. പിന്നെ മെയിനായിട്ട് പാസ്പോർട്ട് മറക്കാണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരുപാട് പേര് മറന്നിട്ട് കൊണ്ടുപോയി ഞാൻ കഥ കേട്ടിട്ടുണ്ട്. പാസ്പോർട്ട് ഇല്ലാണ്ടൊക്കെ വിസക്ക് അപ്ലൈ ചെയ്യുന്ന ടീമുകൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരു ഷെങ്കൻ സ്പെസിഫിക്കേഷൻ 2 ഫോട്ടോസ് കയ്യിൽ വെക്കാൻ നല്ലതായിരിക്കും. 80% ഫേസ് കവറേജ് ഉള്ള ഫോട്ടോ ആയിരിക്കണം ഷെങ്കൻ വിസ ഫോട്ടോ എന്ന് പറയുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കേണ്ട ഫോട്ടോ അതാണ്. 2 ഫോട്ടോ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം. പിന്നെ എനിക്ക് VFSൽ നിന്ന് അവരൊരു ടോക്കൺ തന്ന ആ ടോക്കൺ വെച്ച് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രീമിയം ലോഞ്ച് ഉണ്ട്, നോർമലും ഉണ്ട്. പ്രീമിയം ലോഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രീമിയം സർവീസ് അവിടെ നിന്ന് കിട്ടും. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ അങ്ങനെ അത് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എടുക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത്. ഞാൻ നോർമൽ എടുത്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വെയിറ്റിംഗ് ഏരിയയിൽ പോയിരുന്നു. ടോക്കൺ നമ്പർ അവർ TV കാണിക്കും, പാസ്പോർട്ട് ഓഫീസിലൊക്കെ കാണുമല്ലോ തന്നെ. എന്നിട്ട് അവിടെ നമ്മൾ പേര് വിളിക്കുന്നു. നമ്മൾ എക്സാക്ട് അവിടെ പറഞ്ഞ കൗണ്ടർ ഏതാണോ ആ കൗണ്ടറിൽ നമ്മൾ ചെല്ലുന്നു. നമ്മുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഡോക്യുമെന്റ്സ് എടുത്ത് ഷാനു എന്നൊരു ഓഫീസറായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെന്റ് അടയ്ക്കണം. അതായത് കൊറിയർ അഷുറൻസ് അല്ലെങ്കിൽ പ്രീമിയം ലോഞ്ച് അങ്ങനെ എന്തെങ്കിലും സർവീസുകൾ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് പേ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിസയുടെ ഫീസ് എത്രയാണോ അതും പേ ചെയ്യുക. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് എനിക്ക് തോന്നുന്നത് 4000 സംതിങ് എത്രയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അത്രയായിരുന്നു. ഓരോ മാസം യൂറോൻ്റെ പൈസ ചേഞ്ച് ആകുമ്പോൾ ഇവർ ഒരു റേറ്റും ചേഞ്ച് ആക്കുന്നുണ്ട്. സോ അത് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീസൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് റിസിപ്റ്റ് വരും. അവിടെ നിന്ന് ആ റിസിപ്റ്റ് കിട്ടി നമ്മൾ ബയോമെട്രിക്സിന് വെയിറ്റ് ചെയ്യണം. ബയോമെട്രിക്സിന് നമ്മൾ ഫിംഗേഴ്സ് ഈ 5, 2, 10 പേരുടെ ഫിംഗേഴ്സ് എടുക്കും അവർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. ഈ ഒരു ഫോട്ടോ ആയിരിക്കും അവിടെ ബയോമെട്രിക്സ് എടുക്കുന്ന ഫോട്ടോ ആയിരിക്കും നമ്മുടെ വിസയിൽ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത്. അത്രയും കാര്യമുള്ളൂ, സിമ്പിൾ പ്രൊസീജിയറാണ്. പക്ഷേ നമുക്ക് അവിടെ തിരക്കുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കൊച്ചിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സും പോയത് പോണ്ടിച്ചേരിയിലേക്കാണ്. പോണ്ടിച്ചേരിയുള്ള ഫ്രാൻസിൻ്റെ കോൺസുലേറ്റിലേക്കാണ് അത് പോയത്. അവിടെ പോയവർ സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു വരികയും ചെയ്തത്. ഏകദേശം ഒരു 2 ആഴ്ച എനിക്ക് ടൈം എടുത്തായിരുന്നു. പക്ഷേ പലർക്കും ഡിപ്പെൻസ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ടൈമിൽ സാധനം തിരിച്ചു കിട്ടും. ചിലപ്പോൾ ചിലർക്കൊക്കെ 3 ദിവസം കൊണ്ടൊക്കെ വിസ കിട്ടിയവരുണ്ട്. അത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യണ ആ ഒരു ഓഫീസറിൻ്റെ അനുസരിച്ചിരിക്കും. പിന്നെ നിങ്ങളുടെ വിസ റിജക്റ്റ് ആവുകയാണെങ്കിൽ
അത് പൂർണ്ണമായിട്ടും ആ ഒരു അപ്ലൈ ചെയ്യുന്ന ആളുടെയും എംബസിയുടെയും ഇതായിട്ടിരിക്കും. അതിലാണ്ട് VFSൽ ഇതിനകത്ത് റോളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും വിചാരം VFSൽ അവർക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നുള്ളത്. അങ്ങനെ ഇല്ല. ശരിക്കും വിസ റിജക്റ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഡിസിഷൻ ഫുള്ള് എടുക്കുന്നത് എംബസിയാണ്. ഒരിക്കലും VFSനകത്തൊരു യാതൊരു ബന്ധമില്ല. ആവണമെങ്കിൽ തന്നെ അതിൽ റീസൺ വരുന്നത് കോമൺ റീസൺ ആയിരിക്കുള്ളൂ. എല്ലാവർക്കും ഇൻറ്റൻഡഡ് സ്റ്റേ വാസ് നോട്ട് റിലയബിൾ അങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേ ഇൻകംപ്ലീറ്റ് ആണ്, അങ്ങനത്തെ കോമൺ റീസൺ ആയിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വിസ റിജക്റ്റ് ആയതെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനും പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുക, അവരായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചോദിക്കുക എന്തുകൊണ്ടായിരിക്കും വിസ റിജക്റ്റ് ആയെന്നുള്ളത്. നിങ്ങൾക്ക് റീസൺ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വെച്ചുന്ന അക്കോമഡേഷൻ ഫേക്ക് ആണെങ്കിൽ അതിൻ്റെ പേരിൽ റിജക്ഷൻ വന്നേക്കണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു കാരണത്തിലാണ് റിജക്ഷൻ വന്നേക്കണമെന്ന്. ഇനി നിങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വെച്ചിട്ടും അതിൻ്റെ ഇപ്പോൾ അക്കോമഡേഷനൊക്കെ പ്രോപ്പറായിട്ട് വെച്ചിട്ട് അതിൻ്റെ പേരിൽ റിജക്ഷൻ വന്നെങ്കിൽ നിങ്ങൾ ക്യാമ്പസ് ഫ്രണ്ട്സിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കുക, ഒന്ന് ചോദിച്ചു നോക്കാം എന്തായിരിക്കും സംഭവിച്ചേക്കണം എന്നുള്ളത്. അവർക്ക് എന്തെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുകയാണെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാനായിട്ട് ഈ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് സാധിക്കുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്തു തരും. എയർപോർട്ട് പിക്കപ്പ് അല്ല അക്കോമഡേഷൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.